ഫേസ്ബുക്കിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ടാർഗറ്റ് സക്സസ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കൺവേർഷൻ കൂടി സക്സസ് ആവണം. അതായത് ഫേസ്ബുക്കിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് തന്നെയാണോ ഫേസ്ബുക്കിൻ്റെ ആഡ് ചെല്ലുന്നതെന്ന് നമുക്ക് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ സാധാരണ നിലയിൽ കോൾഡ് ഓഡിയൻസ്, അതായത് നമ്മൾ ഇതുവരെ അറിയാത്ത നമ്മളുടെ ഒരു ഓഡിയൻസിലേക്ക് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഏജ്, അവരുടെ പ്ലേസ് ഒക്കെ നമ്മൾ ലൊക്കേഷനിൽ കൊടുത്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യാറുണ്ട്. ഈ ടാർഗറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മളതിൻ്റെ ഒരു ടാർഗറ്റിങ്ങിനെ കുറിച്ച് വിശദമായി ക്രിയേറ്റ് ചെയ്തൊരു വീഡിയോ ഈ മേളിൽ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് കണ്ടു നോക്കിയാൽ ഫുള്ളായിട്ട് മനസ്സിലാവും. അപ്പോൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സാക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്താൻ ചില സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കൺവേർഷൻ കുറവായിരിക്കും. നമ്മൾ എന്താണോ കൺവേർഷനായിട്ട് ഉദ്ദേശിക്കുന്നത്, മേ ബി സെയിൽസ് ആയിരിക്കും, അല്ലെങ്കിൽ ലീഡായിരിക്കും, അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ നമ്മുടെ പേജ് ലൈക്ക് ആയിരിക്കും, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കൺവേർഷൻ എന്നുള്ള നിലയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൺവേർഷൻ റേറ്റ് കുറവായിരിക്കും. അപ്പോൾ കൺവേർഷൻ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്ക് നമ്മുടെ ആഡ്സിനെ എത്തിക്കുക, അഡ്വർടൈസ്മെൻറ്റിനെ എത്തിക്കുക. പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ കസ്റ്റമർ ആകാൻ സാധ്യതയുള്ള ആൾക്കാരിലേക്ക് മാത്രം അഡ്വർടൈസ്മെൻറ്റ് എത്തിക്കുക. സാധാരണ 100, 1000, 10,000 ആൾക്കാരിലേക്ക് വൈഡായിട്ട് അല്ലെങ്കിൽ ബ്രോഡായിട്ട് എത്തിക്കുന്നതിന് പകരം നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമറായിട്ടുള്ള വെറും 100 പേരോ 500 പേരോ അല്ലെങ്കിൽ അവരിലേക്ക് മാത്രം എത്തിച്ചാൽ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ 10,000 പേരിലേക്ക് എത്തിക്കുന്നതിന് പകരമായിട്ടുള്ള അല്ലെങ്കിൽ അതിൽ കൂടുതൽ കൺവേർഷൻ റേറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 10,000 പേരിൽ നിന്ന് കൺവേർട്ടായി കിട്ടാൻ സാധ്യതയുള്ളതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ 500 പേരിൽ നിന്ന് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതെങ്ങനെയുള്ളത്, അതിൻ്റെ ഓപ്ഷൻസ് ഫേസ്ബുക്ക് തന്നെ തരുന്ന ഒരു ഓപ്ഷനാണ് കസ്റ്റം ഓഡിയൻസ്. അതായത് ഫേസ്ബുക്കിൽ നമുക്കൊരു കസ്റ്റം ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കിവിടെ ചെക്ക് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ ഈ സ്ക്രീനിലേക്ക് നോക്കുക. സ്ക്രീനിൽ നമുക്കിവിടെ ഒരു ഓപ്ഷൻ കാണാം, ക്രിയേറ്റ് ഓഡിയൻസ്. ഈ ക്രിയേറ്റ് ഓഡിയൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കസ്റ്റം ഓഡിയൻസ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ കസ്റ്റം ഓഡിയൻസിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് നമ്മുടെ കസ്റ്റമറിലേക്ക് പോകാൻ പറ്റും. അതായത് നിലവിൽ ഉള്ള ഡേറ്റ വെച്ചിട്ടും അതല്ല നമ്മൾ കൊടുക്കുന്ന ഒരു ഡേറ്റ വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ കസ്റ്റമർ ഒരു ഷോപ്പിൽ വരുന്ന കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഇമെയിൽ ID, ഫോൺ നമ്പർ, സിപ്പ് കോഡ്, അതായത് പിൻ കോഡ്, പേര്, ഇതൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഡേറ്റ ക്രിയേറ്റ് ചെയ്ത് ഫേസ്ബുക്കിന് കൊടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് നമ്മൾ അതുപോലുള്ള മറ്റൊരു സെറ്റ് ഓഫ് കസ്റ്റമേഴ്സിനെ കാണിച്ചു തരും. കാണിച്ചു തരിക മീൻസ് നമ്മൾക്ക് ഒരു ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ തരും. ആ ഓഡിയൻസിലേക്ക് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ തരും. അതല്ലാതെ നമുക്ക് നേരിട്ട് കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് തരില്ല. അപ്പോൾ ഇവിടെ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളൊരു വീഡിയോ കണ്ട കസ്റ്റമറിനെ എങ്ങനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഞാനിവിടെ വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. വീഡിയോയിൽ തന്നെ ഞാൻ ബ്രൗസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു. അതിൽ തന്നെ കുറേ ഓപ്ഷനുണ്ട്. പീപ്പിൾ ഹൂ വ്യൂഡ് അറ്റ്ലീസ്റ്റ് 3 seconds ഓഫ് യുവർ വീഡിയോ. അതായത് നമ്മുടെ വീഡിയോ ഏതെങ്കിലും ഒരു വീഡിയോയിൽ 3 സെക്കൻഡ് പ്ലേ ചെയ്ത ഒരു കസ്റ്റമറിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഇൻട്രസ്റ്റ് ഉള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് വെച്ചൊരു ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഓപ്റ്റ് ചെയ്യാം. പക്ഷേ ഞാൻ ഒരിക്കലും അതിനെ പ്രിഫർ ചെയ്യില്ല. കാരണം ആദ്യത്തെ 3 സെക്കൻഡ് കണ്ടു എന്ന് പറയുന്നത് നമ്മുടെ സർവീസിനെയോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിലോ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മിനിമം ഫോക്കസ് ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് ഹൂ വാച്ച്ഡ് യുവർ വീഡിയോ 50%, അറ്റ്ലീസ്റ്റ് 50% കണ്ടവരായിരിക്കണം. ഓക്കെ. അടുത്തതെന്ന് പറയുന്നത് 75%, അവർക്കും കുറച്ചുകൂടെ നമ്മുടെ അടുത്ത് ഇൻട്രസ്റ്റ് ഉണ്ടാവും. നെക്സ്റ്റ് എന്ന് പറയുന്നത് 90%. അതിന് തൊട്ട് താഴെ നമ്മൾ അതിൻ്റെ ചൂസ് വീഡിയോ കൊടുക്കണം. ഏത് വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഫേസ്ബുക്ക് പേജാണോ അതോ ഇൻസ്റ്റാഗ്രാം പേജാണോ അതോ വേറെ ഏതെങ്കിലും ക്യാമ്പയിനിലുള്ള വീഡിയോ കണ്ടവരാണോ എന്നൊക്കെ നമുക്കിവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഫേസ്ബുക്ക് പേജാണ് കൊടുക്കുന്നത്. എന്നിട്ട് ആ ഫേസ്ബുക്ക് പേജ് ഏതാണെന്ന് കൂടെ കൊടുക്കുകയാണ്. എൻ്റെ തന്നെ ഒരു പേജിൽ ഞാൻ കൊടുത്ത വീഡിയോ അത് നെക്സ്റ്റ് 1 hour ലെങ്ത് ഉള്ളൊരു വീഡിയോ ആണ്. ആക്ച്വലി ഇതിൻ്റെ വ്യൂസ് വളരെ കുറവാണ്. എങ്കിലും നമുക്കിവിടെ ജസ്റ്റ് കൊടുക്കാം. എന്നിട്ട് ഇവിടെ കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു. നെക്സ്റ്റ് ഇതേ സെയിം വീഡിയോ തന്നെ 75% കണ്ട ആൾക്കാരെ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അതിന് നമ്മളിവിടെ കൺഫേം കൊടുത്തു. നെക്സ്റ്റ് നമുക്കിത് 95% കണ്ടവരെ ഓപ്റ്റ് ചെയ്യാം. അതിലും ഇവിടെ നമ്മൾ കൺഫേം കൊടുത്തു. അപ്പോൾ ഇത്രയും കൊടുത്ത ശേഷം നമ്മൾ അതിൻ്റെ ഡേറ്റ് വെക്കാണ്. അതായത് ഈ വീഡിയോ കഴിഞ്ഞ 365 days വരെ നമുക്ക് മാക്സിമം കൊടുക്കാം. അതായത് ഒരു 1 year വരെ കണ്ടവരിലേക്കാണ് നമുക്കിത് 1 year കണ്ടവരുടെയാണ് നമ്മൾ ഓഡിയൻസിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കിവിടെ വേണമെങ്കിൽ 180 ആക്കി കൊടുക്കാം. നമ്മുടെ 6 months വെക്കാം, അല്ലെങ്കിൽ 30 days വെക്കാം. അതായത് ഒരു ലാസ്റ്റ് 1 month കണ്ടവരുടെ മാത്രം ഓപ്ഷൻ എടുത്താൽ മതി, അല്ലെങ്കിൽ ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ വീഡിയോ വ്യൂവേഴ്സ്
വെബിനാർ. ഇങ്ങനെ നമ്മൾ ഓഡിയൻസിന് ഒരു നെയിം കൊടുക്കുക. നെയിം കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കത് പിന്നീട് നോക്കുമ്പോൾ മനസ്സിലാവും. അത് താഴെ തന്നെ ഡിസ്ക്രിപ്ഷനും കൊടുക്കുക. വീഡിയോ വെബിനാർ വീഡിയോ വാച്ച്ഡ് 50%, 75% ആൻഡ് 95%. സോ ഇത്രയും ഹയർ റേറ്റ് നമ്മൾ കൊടുക്കുന്നതിൻ്റെ കാര്യം നമുക്ക് അത്രയും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ആളുകളായിരിക്കും നമ്മുടെ വീഡിയോ ഇത്രയും നേരം കണ്ടിട്ടുണ്ടാവുക. സോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ 3 seconds വീഡിയോ കണ്ടവരെ ടാർഗറ്റ് ചെയ്യുന്നതിലും ബെറ്റർ 50%, 75% അല്ലെങ്കിൽ അതിന് മേളിലുള്ള ലെങ്തിലോ കണ്ടവരെ ആണ്. കാരണം അവിടെയാണ് നമുക്ക് കൺവേർഷൻ കിട്ടാൻ വളരെ സാധ്യതയുള്ളത്. അപ്പോൾ ഇവിടെ ഇത്രയും കൊടുത്ത ശേഷം നമ്മളിവിടെ ക്രിയേറ്റ് ഓഡിയൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ക്രിയേറ്റ് ഓഡിയൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്കവിടെ ഒരു ഓഡിയൻസിനെ ക്രിയേറ്റ് ആവും. പക്ഷേ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 30 minutes നമ്മളവിടെ വെയിറ്റ് ചെയ്യണം. കാരണം ആ 30 minutes കൊണ്ട് മാത്രമേ നമുക്ക് ഫേസ്ബുക്ക് ആ ഒരു വീഡിയോ സെറ്റ് ചെയ്ത് ആ ഒരു ഓഡിയൻസിനെ സെറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ റെഡിയാവുന്ന രീതിയിൽ തരുള്ളൂ. സോ ഈ വീഡിയോയുടെ കാര്യം ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനിപ്പം വളരെ വ്യൂസ് കുറവായിരിക്കും. വ്യൂസ് കുറവായതുകൊണ്ട് തന്നെ ഈ 75% കണ്ടവരുടെ എണ്ണം അതിലും കുറവായിരിക്കും. സോ ഇങ്ങനൊരു വീഡിയോയിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ വലിയ റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ വീഡിയോസിന് മാക്സിമം ഓർഗാനിക് വ്യൂസ് കിട്ടാൻ ശ്രമിക്കുക. ആ വ്യൂസ് കിട്ടിയ ശേഷം നമ്മൾ ഇതുപോലൊരു ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കൺവേർഷൻ റേറ്റ് കിട്ടും. സോ ഇതിൽ ഇത്രയും ചെയ്ത ശേഷം നമുക്ക് ഉടനെ തന്നെ നമുക്കൊരു ആഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതല്ലാന്നുണ്ടെങ്കിൽ അതിൽ താഴെ എക്സ്പാൻഡ് യുവർ ഓഡിയൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും വരും. എക്സ്പാൻഡ് യുവർ ഓഡിയൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കണ്ട അതേ നമ്മുടെ വീഡിയോ കണ്ടവരാരാണ്? നമ്മുടെ പ്രൊഡക്റ്റിലോ സർവീസിലോ അല്ലെങ്കിൽ നമ്മുടെ എന്തിലോ ആ ഒരു പർട്ടിക്കുലർ നമ്മൾ പറയുന്ന കണ്ടൻറ്റിൽ ഇൻട്രസ്റ്റ് ഉള്ളവരാണ്. അപ്പോൾ അവരെപ്പോലുള്ള മറ്റൊരു ഓഡിയൻസ് എന്ന് പറയുമ്പോൾ അവരും നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളവരായിരിക്കും. കാരണം സാധാരണ ഒരു ഓഡിയൻസ് ആവില്ല. നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമറിൻ്റെ അതേ സ്വഭാവമുള്ളവരാകുമ്പോൾ അവരും നമ്മുടെ പ്രൊഡക്റ്റിലോ സർവീസിലോ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും. സോ ഇവിടെ നമുക്ക് അതിന് പറയുന്ന പേരാണ് LookaLike ഓഡിയൻസ്. ഫേസ്ബുക്കിൻ്റെ ഒരു അൾട്ടിമേറ്റ് എന്താ പറയുക സ്ട്രോങ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ സ്ട്രോങ് ഫീച്ചറാണത് LookaLike ഓഡിയൻസ്. ഈ LookaLike ഓഡിയൻസ് നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് നമ്മുടെ കസ്റ്റം ഓഡിയൻസിനെ പോലെയുള്ള വേറൊരു ടൈപ്പ് ഓഫ് ഓഡിയൻസ്, അതാണ് നമുക്ക് LookaLike ഓഡിയൻസിൽ കിട്ടുക. നിങ്ങൾക്ക് LookaLike ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഇന്ത്യ, നമുക്ക് ഒരു റീജിയൻ വൈസ് കൊടുക്കാൻ പറ്റില്ല, പക്ഷേ കൺട്രി ബേസിലാണ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് എവിടെ ഉള്ളവരാണ്, അപ്പോൾ നമ്മളിവിടെ ഇന്ത്യ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള ടോട്ടൽ വ്യൂവേഴ്സിൽ അല്ലെങ്കിൽ ടോട്ടൽ ഫേസ്ബുക്ക് യൂസേഴ്സിൽ നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമറിൻ്റെ അതേ ബിഹേവിയറുള്ള ആൾക്കാരിലേക്കായിരിക്കും നമുക്ക് അതേ ബിഹേവിയറുള്ള ആൾക്കാരുടെ ഒരു ഓഡിയൻസിനെ കാണിച്ചു തരും. ഇവിടെ താഴെ LookaLike ഓഡിയൻസിൻ്റെ നമ്പർ, ഓഡിയൻസിൻ്റെ സൈസ് കാണിച്ചു തരും. ഇവിടെ 1 എന്ന് പറഞ്ഞാൽ ഒരാളെന്നല്ല, അത് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത് 1% എന്നാണ്. അപ്പോൾ 1%, 0 to 1% എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോ കണ്ട ആൾക്കാരുടെ അതേ സ്വഭാവമുള്ള 4.1 million, അതായത് 41 ലക്ഷം ആൾക്കാരുടെ 41 ലക്ഷം ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ 41 ലക്ഷം ആൾക്കാരുടെ ഓഡിയൻസിലേക്കായിരിക്കും നമ്മുടെ ആഡ് ചെയ്യാൻ സാധ്യതയുള്ളത്. ഇനി 1% നമുക്ക് ഹയർ ആക്കാം. അപ്പോൾ 8.3, അതായത് 83 ലക്ഷം ആൾക്കാരുണ്ട്. പക്ഷേ ഈ പെർസെൻറ്റേജ് കൂടുന്തോറും നമ്മുടെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ കൺവേർഷൻ കുറഞ്ഞുകൊണ്ടേയിരിക്കും. സോ മാക്സിമം നമ്മൾ 1%ൽ നിർത്താൻ ശ്രമിക്കുക. പിന്നീട് നമുക്ക് വേറെ സ്ട്രാറ്റജികൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് 2%, 3% ഒക്കെ നമുക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ഇവിടെ ഓൾറെഡി നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് കുറവാണ്. സോ അതുകൊണ്ട് നമ്മൾ 1%ൽ തന്നെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ നമ്മളിവിടെ ക്രിയേറ്റ് ഓഡിയൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു LookaLike ഓഡിയൻസ് ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും LookaLike ഓഡിയൻസ് 1% ഇന്ത്യ വീഡിയോ വ്യൂസ് വെബിനാർ എന്ന് പറഞ്ഞ് നമുക്കൊരു ഓഡിയൻസിനെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ വീഡിയോ വ്യൂസ് എത്ര പേര് കണ്ടു എന്നുള്ളത്, അല്ലെങ്കിൽ എത്ര പേരിലേക്ക് അത് എത്തി എന്നുള്ളത് നമുക്കിപ്പോൾ ഫേസ്ബുക്ക് തന്നെ കാണിച്ചു തരും. അത് മിക്കവാറും ബിലോ 1000 എന്ന് തന്നെ ആയിരിക്കും കാണിക്കുക. കാരണം നമ്മളത് വളരെ കുറഞ്ഞ വ്യൂസാണ് നമുക്കുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സൈസ് എന്ന് പറയുന്നത് ബിലോ 1000 ആണ്. അതുപോലെ തന്നെ അത് പോപ്പുലേറ്റിംഗ് ആണ്, അതായത് അതിൻ്റെ ഡേറ്റ എടുത്തുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡേറ്റ ഫുള്ളായിട്ട് റെഡി എന്ന് കാണിച്ചു തരും. ഇപ്പോൾ അവൈലബിലിറ്റി റെഡി എന്ന് കാണിക്കുന്നുണ്ട്, എങ്കിലും നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല റിസൾട്ടുകൾ കിട്ടും. അപ്പോൾ ഇത് ഒരു എക്സാമ്പിളാണ്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ആവശ്യത്തിനനുസരിച്ച് കസ്റ്റം ഓഡിയൻസും LookaLike ഓഡിയൻസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് നമ്മൾ ഉപയോഗിക്കേണ്ട രീതികൾ
അത് നമ്മളുടേതായിട്ടുള്ള ബിസിനസ് സ്ട്രാറ്റജികൾ ക്രിയേറ്റ് ചെയ്ത് വേണം ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും അല്ലെങ്കിൽ എല്ലായിടത്തും നമ്മൾ വിചാരിക്കുന്ന പോലെ എത്തിയെന്ന് വരില്ല. കാരണം ഇന്ത്യ എന്ന് പറയുന്നൊരു രാജ്യത്ത് മൊത്തത്തിൽ ടോട്ടൽ പോപ്പുലേഷനിൽ നിന്നാണ് നമുക്കൊരു ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ നമ്മൾ മലയാളികളെ മാത്രം അവിടെ പ്രതീക്ഷിക്കരുത്. അവിടെ എല്ലാവരും ഉണ്ടാവും, മിക്സ്ഡ് ആയിരിക്കും ഓഡിയൻസ്. പക്ഷേ അവർക്ക് എല്ലാവർക്കും ഒരു കോമൺ ബിഹേവിയർ ഉണ്ടാവും. നമ്മുടെ സർവീസിലോ പ്രൊഡക്റ്റിലോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കോമൺ ബിഹേവിയർ ഉണ്ടാവും. സോ ഫേസ്ബുക്കിൽ നമ്മളിപ്പം കസ്റ്റം ഓഡിയൻസും അതുപോലെ തന്നെ ലുക്കയിലേക്ക് ഓഡിയൻസും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ഓഡിയൻസിനെ വെച്ചിട്ട് നമ്മളൊരു ഫേസ്ബുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. ആ ഫേസ്ബുക്ക് ആഡ്സിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ഓഡിയൻസിനെ ആയിരിക്കും സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ആഡ്സ് മാനേജറിൽ വരിക. നിങ്ങളുടെ എല്ലാ ആഡ്സ് മാനേജറിൽ അതിൽ ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ക്രിയേറ്റ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. അതിനുശേഷം അത് കണ്ടിന്യൂ കൊടുക്കുക. അതിന് പേരും ഒക്കെ കൊടുത്ത ശേഷം ഇവിടെ ഇപ്പോൾ ഞാനതൊരു ഡെമോ ആയിട്ട് കാണിക്കുന്നതാണ്. അതിനുശേഷം ഓഡിയൻസ് എന്ന് പറഞ്ഞ സെക്ഷനിലേക്ക് വരിക. ഓഡിയൻസിൽ നമുക്കിവിടെ കസ്റ്റം ഓഡിയൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ക്രിയേറ്റ് ന്യൂ ഓഡിയൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, സേവ്ഡ് ഓഡിയൻസ് ഉണ്ട്, അത് കഴിഞ്ഞ് താഴെ കസ്റ്റം ഓഡിയൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ കസ്റ്റം ഓഡിയൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഓഡിയൻസിൻ്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അതിൽ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താലും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത വീഡിയോ വ്യൂവേഴ്സ് വെബിനാർ കണ്ട വീഡിയോ വ്യൂവേഴ്സ്, അത് ആണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അത് കൊടുത്തു. ഇനി ഒന്നും കൂടി ഉണ്ട് കൊടുക്കാൻ. അത് ലുക്കയിലേക്കാണ് നമ്മൾ കൊടുത്തത്. അതായത് നമ്മുടെ ഇനി കസ്റ്റം ഓഡിയൻസും കൂടെ കൊടുക്കാനുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ലുക്കയിലേക്ക് ഓഡിയൻസും അതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കസ്റ്റം ഓഡിയൻസും രണ്ടും നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഈ ഒരു ആഡ്സ് പബ്ലിഷ് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ ബാക്കി ക്രിയേറ്റീവ്സൊക്കെ ആഡ് ചെയ്ത് വീഡിയോയും ഇമേജും ഒക്കെ ആഡ് ചെയ്ത ശേഷം നമ്മളിത് പബ്ലിഷ് ചെയ്യുന്ന ടൈമിൽ ഈ ആഡ്സ് റൺ ചെയ്യുന്നത് നമ്മളുടെ വീഡിയോ കണ്ട ആൾക്കാരിലേക്ക് മാത്രമായിരിക്കും. ആ വീഡിയോ കണ്ട ആൾക്കാരെന്ന് പറഞ്ഞാൽ വീഡിയോ കണ്ട ആൾക്കാരുടെ അതായത് 75% അല്ലെങ്കിൽ 50% എങ്കിലും നേരം, അതായത് 1 മണിക്കൂറുള്ള വീഡിയോയുടെ അരമണിക്കൂറെങ്കിലും കണ്ടവരിലേക്ക് മാത്രമേ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് പോവുകയുള്ളൂ. സോ അങ്ങനെ നമുക്ക് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പുള്ളതിൽ നിന്ന്, അതായത് നമ്മൾ ബ്രോഡായിട്ട് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഉള്ള കൺവേർഷനേക്കാൾ കൂടുതൽ കൺവേർഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഈ ഒരു രീതി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ ആൻഡ് താങ്ക് യു. കീപ് വാച്ചിങ്.